അപ്പോൾ കല്യാണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങുന്ന ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ആൾ നല്ല ഉറക്കം നല്ല ക്രാങ്കി ആയിരുന്നു. അപ്പോൾ നല്ല വിശന്നിറങ്ങിയ കാരണം തന്നെ നമ്മൾ നേരെ പോയത് KFCയിലേക്കാണ്. അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നേരെ പോയത് മിനിസോയിലാണ്. അവിടെ പോയിട്ട് ദേവന് സത്യം പറഞ്ഞാൽ ഷൂ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഷൂ ഒഴികെ ബാക്കി എല്ലാ സാധനവും നമ്മൾ അവിടുന്ന് വാങ്ങി. അപ്പോൾ അച്ചുവിന് കുറച്ച് ആവശ്യമുള്ള നെയിൽ കട്ടർ, ബഡ്സ്, അത് ഇത്, അപ്പോൾ തന്നെ മേക്കപ്പ് ബോക്സും, അപ്പോൾ തന്നെ ഇത് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ വെക്കാനുള്ള സെപ്പറേറ്റ് ബോക്സുകൾ, അങ്ങനെ ദേവുവിന് ബ്രഷ്, അവൾക്ക് ബ്രഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഇൻബിറ്റ്വീൻ തന്നെ ദേവു നീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ KFCയിൽ കയറിയ സമയത്ത് ദേവു നല്ല ഉറക്കമായിരുന്നു. അവൾക്ക് അവിടുത്തെ ഫ്രൈസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ മിനിസോയിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ദേവുവിന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ ആവശ്യം മെയിനായിട്ട് ഇപ്പോൾ അച്ചുവിന് ഡ്രസ്സ്, അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ ദേവുവിന് ഷൂസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി. പക്ഷെ നമ്മൾ ഇതൊഴികെ ബാക്കി എല്ലാവിധ സാധനങ്ങളും ചപ്പർ സാധനങ്ങൾ പറഞ്ഞ പോലെ അവിടുന്ന് വാങ്ങി. അപ്പോൾ നമ്മൾ ദേവുവിന് ഫസ്റ്റ് ഈ ഒരു ടോയാണ് എടുത്തത്. അവൾക്ക് ബാർബീസിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എൽസ ആൻഡ് അതിൻ്റെയൊക്കെ ഫേവറേറ്റാണ് അവൾ. അപ്പോൾ അത് കാരണം അത് കിട്ടിയില്ല നമുക്ക്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇറങ്ങാൻ നേരത്ത് ബില്ല് ചെയ്ത് ഇറങ്ങാൻ നേരത്താണ് ഒരു ബ്ലൂ കളർ മെർമെയ്ഡിനെ കണ്ടത്. അപ്പോൾ ബ്ലൂ കളർ കണ്ടപ്പോൾ തന്നെ എൽസ എന്ന് പറഞ്ഞാൽ അത് വാങ്ങി. അപ്പോൾ നമ്മൾ മറ്റേതിന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇതിനെയാണ് വാങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡിലേക്കാണ്. വെസ്റ്റ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പൽസിനാണെങ്കിലും അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഒരു ഓൾ ഇൻ വൺ സ്പോട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ വെസ്റ്റ് സൈഡിലെത്തി. അപ്പോൾ ദേവു അതിൻ്റെ ഇടയിൽ സ്നെഗ്ഗി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്നെഗ്ഗി വാങ്ങാൻ വേണ്ടി ഞാൻ സ്പാറിൽ പോയിട്ട് സ്നെഗ്ഗി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ അവൾ തന്നെ അതൊക്കെ ഇടിപ്പിച്ചു. എനിക്ക് എപ്പോഴും ആർട്ടിഫിഷ്യൽ നെയിൽസ് കാണുമ്പോൾ വാങ്ങണം തോന്നും. പിന്നെ എൻ്റെ നെയിൽ നിങ്ങൾ കണ്ടില്ല, എൻ്റെ തള്ളവിരൽ അങ്ങനെയാണ്, അതിന് പറ്റിയത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങാറില്ല. പിന്നെ വെറുതെ പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു വിരലുമ്പോൾ മാത്രം വെക്കാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളവിടെ ട്രയലൊക്കെ നടക്കുമായിരുന്നു. ആ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഓൾറെഡി ദേവുവിന് മനായുടെ, അതായത് അച്ചുവിൻ്റെ മാരേജിനുള്ള ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പട്ടുപാവാട. അപ്പം നമ്മളിങ്ങനെ വെറുതെ ചുറ്റി ട്രയലൊക്കെ നോക്കുന്ന സമയത്ത് വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്താണ് ഈ ഒരു പട്ടുപാവാട, ഈ ഒരു ലെഹങ്ക സെറ്റ് കണ്ടത്. അത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വെറുതെ കളക്ഷൻസൊക്കെ ഒന്നും കൂടെ നമ്മൾ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ചുറ്റുകളൊക്കെ നോക്കുമല്ലോ, അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഈ യെല്ലോ നല്ല ഇഷ്ടമായി. അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും തോന്നി. കറക്റ്റ് സൈസിലും കിട്ടി. ആ ഓറഞ്ച് സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവളെ ഇടിപ്പിച്ചു. അവളത് ഇട്ടത് നമ്മൾ എൽസ ഉണ്ടല്ലോ, മറ്റേ ബാക്കിലുള്ള അത് ഇതാക്കുന്ന പോലെ ഫ്ലിപ്പ് ചെയ്യുന്ന പോലെ അവൾ ഫ്ലിപ്പ് ചെയ്ത് നോക്കുകയായിരുന്നു. അങ്ങനെ അവളത് കുറച്ച് നെയിൽ പോളിഷും അല്ലാതെ ചില സാധനങ്ങളൊക്കെ വാങ്ങി. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന കമ്പനികളും കാര്യങ്ങളൊക്കെ കേട്ടോ, നമ്മൾ വാങ്ങിയില്ല, എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഇതൊന്നും. പിന്നെ സോച്ചിലേക്കാണ് പോയത് അവൾക്ക് അച്ചൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ ഈ ഒരു ഡ്രസ്സാണ് എടുത്തത്. കാരണം കംഫർട്ടബിളാണ്, ഓഫീസിലേക്കാണെങ്കിലൊക്കെ നല്ലതാണ്, നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ അവളുടെ ഡാൻസും ദേവുവിൻ്റെ കുറച്ച് കുത്തിമറിച്ചിലും ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങാൻ നേരത്താണ് അവളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് വിളിച്ചിട്ട് ആൾക്കിത് ഇഷ്ടമായില്ല പറഞ്ഞു. അങ്ങനെ നമ്മളത് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ഇതന്നെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൾ വാശി പിടിച്ചിട്ട് അതന്നെ സമ്മതിപ്പിച്ചു. അങ്ങനെ ഈ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് നമ്മൾ കുറച്ച് സ്ലൈഡ്, പൊട്ട്, അത് ഇതൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളത്. തലേദിവസമൊക്കെ പോകണ്ടതല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത റോമ ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു പ്രോസോണിൽ. അവിടെ കയറി അവിടെ നിന്ന് ഈ പറഞ്ഞ സാധനങ്ങൾ ഒഴികെ അവൾക്ക് ദേവുവിനൊരു ഇയർ മഫും കീ ചെയിനും മാത്രം വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ഇപ്പോഴും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ പെൻഡിങ് ഉള്ള സാധനം ഈ ഒരു സാധനമാണ്, നമ്മുടെ ദേവുവിനുള്ള ഷൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രോസോണിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് കിട്ടുകയും ചെയ്തില്ല സൈസിന്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ബേബി ഹഗ് ഉണ്ട്, ബേബി ഹഗ്ഗിൽ പോയിട്ട് ദേവുവിനൊരു ഗോൾഡൻ കളർ ഷൂ എടുത്തു. കാരണം ഈ ഏത് ട്രഡീഷണൽ ആകുമ്പോൾ ഏത് കളറാണെങ്കിലും ഗോൾഡ് മാച്ചായി പോകും. അപ്പോൾ പിന്നെ ഒന്നാമത് നമ്മുടെ യെല്ലോ ഡ്രസ്സും കൂടെ ആണല്ലോ, അപ്പോൾ ഗോൾഡ് നന്നായി കോംപ്ലിമെൻറ്റ് ചെയ്യും തോന്നി. അപ്പോൾ ഗോൾഡ് എടുത്തു. അതിലാണ് ട്വിസ്റ്റ്, നമുക്ക് എക്സാക്റ്റ് സൈസ് അവളുടെ 23 ആണ്. 23 ഉണ്ടായിരുന്നില്ല, ഒരു ചെരുപ്പിലും ഉണ്ടായിരുന്നില്ല, ഈ ഒരു പിങ്കിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 24 കുഴപ്പമില്ല, പൊടിക്കൽ ലൂസുള്ളൂ, അവൾ അങ്ങനെ നടക്കുന്നൊന്നുമില്ലല്ലോ, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നോ പറഞ്ഞു. അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയല്ല, അവൾക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള സാധനം വേണമെന്ന്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ യെല്ലോയ്ക്ക് ഈ പിങ്ക് ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ പിങ്ക് ബില്ല് ചെയ്യാൻ കൊണ്ടുപോകുന്നത് പോലെ കാണിച്ചിട്ട് ഗോൾഡ് ബില്ല് ചെയ്യിപ്പിച്ചു. അവളെ കണ്ണി ചെറുതായിട്ട് പൊടി കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ യെല്ലോ ഡ്രസ്സിക്ക് ക്ലിപ്പ് വാങ്ങിയിട്ടില്ല എന്നുള്ള ഓർത്തത്. അപ്പോൾ കുറച്ച് ക്ലിപ്പും ബാൻഡ്സൊക്കെ വാങ്ങി. ഈ നമ്മൾ പെൺകുട്ടികളുടെ അമ്മമാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരുങ്ങിയില്ലെങ്കിലും അവരെ പ്രോപ്പർ ക്ലിപ്പ്, അപ്പോൾ ചെരുപ്പ് പെർഫെക്റ്റായിട്ട് കൊണ്ടു നടക്കും. അപ്പം അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ദേവുവിന് എല്ലാ സാധനങ്ങളും സെറ്റായി നമ്മളങ്ങനെ ബേബി ഹഗ്ഗിൽ നിന്ന് ഇറങ്ങി.